എൻ്റെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മേഖല പരിചയമില്ലാത്ത മേഖലയാണ്. നിങ്ങളൊരു ഡോക്ടറല്ല, നിങ്ങളൊരു ഒഫ്തൽമോളജിസ്റ്റ് അല്ല, അതുപോലെ തന്നെ ഒപ്റ്റിക്കലുമായി ബന്ധപ്പെട്ട് പരിചയങ്ങളൊന്നും ഇല്ലാതെ ഞാൻ മനസ്സിലാക്കുന്നില്ല. അങ്ങനത്തെ ഒരാള് ഒരു ഐ കെയർ മേഖലയിലേക്ക് വരുമ്പോൾ നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു? അപ്പോൾ അദ്ദേഹം നമ്മളോട് ഇതിൻ്റെ ഒരു പ്രൊജക്ട് കോസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മളോട് പാർട്ണർഷിപ്പ് കൂടാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഒരു പ്രൊജക്ട് റിപ്പോർട്ട് ചോദിച്ചിരുന്നു അദ്ദേഹത്തിനോട്. അപ്പോൾ അത് നമ്മൾ ചീറ്റ് ചെയ്യുന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് അദ്ദേഹം തന്നത്. അതിൽ പ്രധാനമായിട്ടുണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിഷൻ ബോർഡ് തന്നെയാണ്. കാരണം ഒരു 10 വർഷത്തെ ഗോൾ എങ്ങനെ സെറ്റ് ചെയ്യണമെന്നും എങ്ങോട്ടാണ് ഞാൻ യാത്ര ചെയ്യണത് എന്നുള്ള ആ ഒരു കറക്റ്റ് ഒരു ലക്ഷ്യം നമുക്ക് ക്ലാരിറ്റി കിട്ടിയത് നമുക്ക് തന്നെയാണ്. കാരണം പ്രോഫിറ്റ് ഒരു ബിസിനസ്സിൽ ഉണ്ടാവുമെങ്കിൽ പോലും ക്യാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് ആണ്. ഓക്സിജൻ പ്രോഫിറ്റ് ആണെങ്കിൽ ബ്ലഡ് ഇല്ലെങ്കിൽ ഏതൊരു ബിസിനസ്സും. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ചാണക്യ ഗ്രൂപ്പ് മെമ്പറും കൂടി ആയിട്ടുള്ള മിസ്റ്റർ ഹിദായത്തിൻ്റെ രണ്ടാമത്തെ ഐ ഹോസ്പിറ്റൽ കാണാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹത്തിൻ്റെ സെയിൻസ് എന്ന് പറയുന്ന ഐ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലാണുള്ളത്. സോ എങ്ങനെയാണ് സെയിൻസിൻ്റെ ഗ്രോത്ത് ഉണ്ടായത്, അതോടൊപ്പം തന്നെ സെയിൻസിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, എങ്ങനെയാണ് അവർ ഓപ്പറേഷൻ സ്ട്രാറ്റജി, ഇതെല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ഇറ്റ്. ഹലോ, നമസ്കാരം. സോ ഗൈസ്, ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് പാലക്കാട് ജില്ലയുടെ പല ഭാഗങ്ങളിലായിട്ട് പല ചെറുകിട ഇടത്തരം നഗരങ്ങളിലൊക്കെ ആയിട്ട് ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന സെയിൻസ് ഐ ഹോസ്പിറ്റലിൻ്റെ CMD ആയിട്ടുള്ള മിസ്റ്റർ ഹിദായത്തിനെയാണ്. ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറാണ് നമ്മുടെ കൂടെ ഉള്ളത്. സോ സെയിൻസ് ഹോസ്പിറ്റലുമായിട്ടും ഹിദായത്ത് സാറുമായിട്ടൊക്കെ എനിക്ക് ഒരു 2-2.5 വർഷത്തെ പരിചയമാണുള്ളത്, ബന്ധമാണുള്ളത്. ഞങ്ങളുടെ ചാണക്യ എന്ന് പറയുന്ന എത്തിക്കൽ ബിസിനസ് കോച്ചിങ്ങിലാണ് അദ്ദേഹം വന്ന് നമ്മുടെ കൂടെ യാത്ര തുടങ്ങിയിട്ട് 2.5 വർഷമായിട്ടുണ്ട്. അപ്പോൾ സെയിൻസ് ഇന്ന് വളരെ വലിയൊരു ഗ്രോത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മളിപ്പോൾ ഉള്ളത് സെയിൻസിന്റെ രണ്ടാമത്തെ ഹോസ്പിറ്റലാണ്. ഇനി സെയിൻസിന്റെ ഒരുപാട് പുതിയ പ്രോജക്റ്റുകൾ വരാൻ പോകണല്ലേ? എവിടെയൊക്കെയാണ് വരാൻ പോകുന്നത്? ഇപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഇവിടുന്ന് കടമ്പഴിപ്പുറം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ വരുന്നുണ്ട്. ഒരു ക്ലിനിക്കായിട്ട് വരുന്നു. ദെൻ ഒറ്റപ്പാലത്താണ് നമ്മുടെ അത് ഈ വർഷം തുടങ്ങാൻ പോകുന്ന 3 പ്രോജക്റ്റുകൾ. പിന്നെ സെയിൻസ് അക്കാദമി കൂടെ വരുന്നുണ്ട്. സോ സെയിൻസ് വലിയൊരു ഗ്രോത്തിലേക്ക് പോകാൻ പോകണം. അപ്പോൾ നമുക്ക് അറിയാനുള്ളത് എന്താണ് സെയിൻസ്, എങ്ങനെയാണ് സെയിൻസ് ഇത്ര പെട്ടെന്ന് ഗ്രോ ചെയ്യുന്നതിലേക്ക് എത്തിയത്, എന്തൊക്കെയാണ് സെയിൻസിന്റെ ഫ്യൂച്ചർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഹിദായത്ത് സാറിൻ്റെ കൂടെ നമ്മൾ സെയിൻസിൻ്റെ രണ്ടാമത്തെ ഈ ഹോസ്പിറ്റലൊക്കെ ഒന്ന് കണ്ട് എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ്, ഏതൊക്കെ രീതിയിലാണ് ഇവിടെ സെർവ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഓപ്പറേഷൻസ് ഹാൻഡിൽ ചെയ്യുന്നതൊക്കെ മനസ്സിലാക്കുക കൂടി ഇതിൻ്റെ ഒരു ലക്ഷ്യമുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഇതൊന്ന് കാണാം അല്ലേ? ഓക്കെ, എങ്ങനെയൊക്കെയാണെന്നുള്ളത്. ഇവിടെ ശരിക്കും എന്താണ് നിങ്ങൾ സെയിൻസിൽ പ്രധാനമായിട്ടും കൊടുക്കുന്ന സർവീസുകൾ ഇവിടെ കൊടുക്കുന്നത് ഈ ഹോസ്പിറ്റലിൽ? ഇവിടെ നമ്മൾ ഇതൊരു കോംപ്രഹെൻസീവ് ഐ ഹോസ്പിറ്റൽ അല്ല ഇവിടെ. ആക്ച്വലി നമ്മൾ 50 വയസ്സ് കഴിഞ്ഞ 80% ആളുകൾക്ക് വരുന്ന ഒരു അസുഖമാണ് അല്ലെങ്കിൽ ഒരു അവസ്ഥയാണ് നമ്മൾ തിമിരം എന്ന് പറയുന്നത്. ആ തിമിരത്തിന്റെ ഫേക്കോ സർജറി വരെയുള്ള ഫെസിലിറ്റീസ് ആണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. അതിനോട് കൂടെ ജനറൽ ഒഫ്താൽമോളജി ആയ കണ്ണിന്റെ നോർമൽ ആയിട്ട് വരുന്ന എല്ലാവിധ ചെക്കപ്പും കാര്യങ്ങളും ഇതിന്റെ കൂടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ഒരു കാറ്ററാക്ട് സ്പെഷ്യലിസ്റ്റ് ആയിട്ടാണ് ഞങ്ങൾ ഇത് ഫോക്കസ് ചെയ്യുന്നത്. ഒരു 50 വയസ്സിന്റെ മേളിലുള്ള ഓഡിയൻസിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഒരു സെന്റർ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ഏതായാലും ഒന്ന് സെയിൻസിന്റെ കഥ അല്ലെങ്കിൽ സെയിൻസിന്റെ ഒരു വളർച്ച, സെയിൻസിന്റെ സ്റ്റോറി ഒക്കെ കേൾക്കാം. അപ്പോൾ ഇതാ സാറേ, നമുക്ക് സെയിൻസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിന്റെ ജനനം എവിടെ നിന്നാണ്, എങ്ങനെയാണ് നിങ്ങളൊരു ബിസിനസ്സുകാരനിലേക്ക് വരുന്നത്? സെയിൻസിന്റെ ജനനം എവിടെ നിന്നാണ് ശരിക്കും? സെയിൻസിന്റെ ജനനം ആക്ച്വലി എൻ്റെ ഫാദർ മരണപ്പെട്ടതിന് ശേഷം ഇവിടെ നാട്ടിൽ ആളില്ലാത്തൊരവസ്ഥ വന്നപ്പോൾ നമുക്കിവിടെ എന്തെങ്കിലുമൊക്കെ തുടങ്ങണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു സ്റ്റഡിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഇങ്ങനൊരു ഇവിടെ ചെർപ്പളശ്ശേരി ഭാഗത്തുള്ള ആളുകൾക്ക് ഇതിന് കണ്ണിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് ഫെസിലിറ്റി ഇവിടെ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുകയും അപ്പോൾ ആ ഒരു പെയിനിനുള്ളൊരു പരിഹാരം എന്നുള്ള രീതിയിലേക്കാണ് ഒരു ക്ലിനിക്കായിട്ടാണ് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് ഈ ഒരു ഫീൽഡിലോട്ട് നമുക്ക് വരാനുണ്ടായൊരു സാഹചര്യം. ഐ ഹോസ്പിറ്റൽ എന്ന് പറയുന്നതിലേക്ക് ശരിക്കും അതിന് മുൻപ് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളൊരു ഐ കെയറിലേക്ക് വരാനുള്ള കാരണം? ആക്ച്വലി നമ്മുടെ ഒരു ബിൽഡിംഗ് വേറൊരാൾ വാടകയ്ക്ക് ചോദിച്ചു വന്നിരുന്നു. അതൊരു ഐ ഹോസ്പിറ്റൽ തുടങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം നമ്മളോട് ഇതിൻ്റെ ഒരു പ്രൊജക്ട് കോസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മളോട് പാർട്ണർഷിപ്പ് കൂടാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഒരു പ്രൊജക്ട് റിപ്പോർട്ട് ചോദിച്ചിരുന്നു അദ്ദേഹത്തിനോട്. അപ്പോൾ അത് നമ്മളൊരു ചീറ്റ് ചെയ്യുന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് അദ്ദേഹം തന്നത്. അപ്പോൾ അദ്ദേഹം നമ്മളെ മുതലെടുക്കാമെന്ന് മനസ്സിലാക്കിയപ്പോൾ അപ്പോൾ ആ സംഭവം അവിടെ ഉപേക്ഷിച്ചു. ശേഷമാണ് എൻ്റെ ഫാദർ മരണപ്പെടുന്നു. അതെ. അപ്പോൾ ഞങ്ങൾ 3 ബ്രദേഴ്സാണുള്ളത്. ഞങ്ങൾ 3 പേര് ഖത്തറിലായിരുന്നു അവിടെ. അപ്പോൾ ഇവിടെ നാട്ടിൽ കൺസ്ട്രക്ഷൻ ബിൽഡിംഗ് ആണ്. അപ്പോൾ പിന്നെ അങ്ങനത്തെ ഒരു ബിൽഡിംഗ് നമുക്ക് ഓൾറെഡി സ്വന്തമായൊരു ബിൽഡിംഗ് ഉണ്ട്.
അപ്പോൾ പിന്നെ എന്തുകൊണ്ട് ഇത് നമുക്ക് വർക്കൗട്ട് ആക്കിക്കൂടാ എന്നുള്ളതിലേക്ക് വന്നിട്ടാണ് അങ്ങനെയാണ് ഞങ്ങളിത് തുടങ്ങുന്നത്. ഐ ഹോസ്പിറ്റലിലേക്ക് തുടങ്ങുന്നത്. എൻ്റെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ മേഖല പരിചയമില്ലാത്ത മേഖലയാണ്. നിങ്ങളൊരു ഡോക്ടറല്ല, നിങ്ങളൊരു ഒഫ്തൽമോളജിസ്റ്റ് അല്ല, അതുപോലെ തന്നെ ഒപ്റ്റിക്കലുമായി ബന്ധപ്പെട്ട് പരിചയങ്ങളൊന്നും ഇല്ലാതെ ഞാൻ മനസ്സിലാക്കുന്നില്ല. മെഡിക്കൽ ഫീൽഡുമായിട്ട് ഒരാൾ ഒരു ഐ കെയർ മേഖലയിലേക്ക് വരുമ്പോൾ നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു ശരിക്കും? നമ്മളിത് പറഞ്ഞല്ലോ, ഈ ഒരു സാഹചര്യത്തിലാണ്, നേരത്തെ പറഞ്ഞ സാഹചര്യത്തിലാണ് നമ്മളിത് തുടങ്ങുന്നത്. അപ്പോൾ തുടങ്ങി നമുക്ക് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് ഒരു ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിട്ടാണ് നമ്മൾ ആദ്യം അങ്ങനെയാണ് വിചാരിച്ചത്. ഏതാണ് തുടങ്ങുന്നത് പോലെയാണ് വിചാരിച്ചത് എന്ന് പറയാം. പിന്നെ ഇതിൻ്റെ പ്രധാന പ്രശ്നം എന്നുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പേഷ്യൻസ് ഫ്ലോ ഇതിൽ കൂട്ടണം. പേഷ്യൻസ് ഫ്ലോ കൂട്ടി കഴിഞ്ഞാലാണ് നമുക്ക് ബാക്കിയുള്ള റവന്യൂ ജനറേറ്റ് ആവുള്ളൂ, നമ്മുടെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, പ്രോഫിറ്റിലേക്ക് എത്തിക്കാനൊക്കെ അങ്ങനെ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ പ്രധാന വെല്ലുവിളി ഉണ്ടായിരുന്നത് പേഷ്യൻസ് ഫ്ലോ കൂട്ടുക എന്നുള്ളതായിരുന്നു. കാരണം അത് കൂട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ സൊല്യൂഷൻസ് ഉണ്ടാവും. അതായിരുന്നു മേജർ വെല്ലുവിളി. അതിന്റെ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ അതിന്റെ ഒരു സെയിൽസ് കൂട്ടുക എന്നുള്ളത്. നമ്മൾ ബിസിനസ് ഭാഷയിൽ പറഞ്ഞാൽ പേഷ്യൻ ഫ്ലോ എന്നൊക്കെ പറയുമെങ്കിൽ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് കൂട്ടുക എന്നുള്ളത്. സോ എന്താണ് സെയിൽസിന്റെ ഫ്യൂച്ചർ? എങ്ങനെയാണ് സെയിൻസിൻ്റെ യാത്ര നിങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്? സെയിൻസിൻ്റെ യാത്ര നമ്മൾ 2033 ആകുമ്പോഴേക്കും ഒരു 30 കണ്ണാശുപത്രികൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു വിഷനാക്കി നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു നമ്മൾ ചാണക്യയിൽ നിന്നാണ്. ചാണക്യയിൽ നമ്മൾ ജോയിൻ ചെയ്ത സമയത്ത് ആ വിഷൻ ബോർഡ് സെറ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു സംഭവം സെറ്റ് ചെയ്തത്, 30 കണ്ണാശുപത്രികൾ കൊണ്ടുവരിക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ 2025 പുതിയ 2 കണ്ണാശുപത്രി കൂടെ ഓപ്പൺ ആവാൻ പോവുകയാണ്. വെരി ഗുഡ്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടും ഒപ്റ്റോമെട്രി കോഴ്സുകൾ കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടും ഈ 3 സ്ഥലങ്ങൾ എവിടെയാണ് ശരിക്കും? എല്ലാ ഹോസ്പിറ്റലിനോട് ചേർന്നിട്ട് തന്നെയാണ് വരുന്നത്. സോ അപ്പോൾ 2033 ആകുമ്പോഴേക്കും ഈ വലിയ ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു വലിയ ലക്ഷ്യം, തീർച്ചയായിട്ടും പേഷ്യൻ്റ് ഫ്ലോ കൂടും, കസ്റ്റമർ സർവീസ് കുറച്ചും കൂടെ കൂടുതൽ വേണ്ടി വരും, ടീം വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. സ്റ്റാഫിനെ നിങ്ങൾ ശരിക്കും എങ്ങനെ മാനേജ് ചെയ്യുന്നത്? എങ്ങനെയാണ് സ്റ്റാഫിനെ ഹാപ്പി ആക്കിയിട്ട് സെയിൻസിൽ നിലനിർത്തുന്നത്? നല്ല സ്റ്റാഫിനെ കിട്ടുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും എക്സ്പെക്ടേഷൻ, ആഗ്രഹമാണ്. അതേപോലെ തന്നെ തിരിച്ച് അവർക്കും ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. അവർക്ക് നല്ലൊരു ബോസിനെ കിട്ടുക, നല്ലൊരു വർക്ക് കൾച്ചറുള്ള സ്ഥലം കിട്ടുക എന്നുള്ളതൊക്കെ. അപ്പോൾ ഒറ്റവാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വർക്ക് ചെയ്യുന്ന ഇവിടം സ്വർഗമാവണം. ആ പ്ലേസ് സ്വർഗം പോലെയാവണം. അവർക്ക് അതിനനുസരിച്ചുള്ള ഫ്രീഡം ഉണ്ടായിരിക്കണം. അവർ പറയുന്നത് കേൾക്കാനുള്ള ഒരു വോയിസ് അല്ലെങ്കിൽ ഒരു അവസരം അവിടെ ഉണ്ടായിരിക്കണം. എല്ലാവർക്കും ഈക്വൽ സ്പേസ് അവിടെ കിട്ടിയിരിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സംഭവം നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് ആസ് എൻ എംപ്ലോയി എന്നുള്ള രീതിയിലേക്ക് അവരെ എക്സ്പെക്ട് ചെയ്യുന്നതിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, മാനേജ്മെൻറ്റ് സൈഡിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിസ്റ്റം, അങ്ങനത്തെ ഒരു കൾച്ചറാണ് നമ്മളിവിടെ ബിൽഡ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് എങ്ങനെ വർക്കൗട്ടാക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ജോബ് റെസ്പോൺസിബിലിറ്റിയും ജോബ് ഡിസ്ക്രിപ്ഷനൊക്കെ അവിടെ ഉണ്ടെങ്കിൽ കൂടിയും നമുക്ക് എല്ലാവർക്കും ഒരു ഈക്വൽ സ്പേസ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനവർക്ക് നിരന്തരമായ ട്രെയിനിങ്ങും പരിശ്രമങ്ങളിലൂടെയാണ് അത് നമ്മൾ കൊണ്ടുവരുന്നത്. അതിൽ പ്രധാനമായിട്ട് നമുക്ക് മോർണിംഗ് മീറ്റിംഗ് നമ്മളിവിടെ എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട്. മോർണിംഗ് മീറ്റിംഗ് ഒരു 8:35 മുതൽ 8:50 വരെ നടക്കുന്ന ഒരു 15 മിനിറ്റുള്ള മീറ്റിംഗ് ആണ്. ആ മീറ്റിങ്ങിൽ പ്രധാനമായിട്ടും 3 ഘട്ടങ്ങളിലാണ് ആ മീറ്റിംഗ് പോകുന്നതുണ്ടാവുക. അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയി ആ മീറ്റിങ്ങുകൾ ലീഡ് ചെയ്യുന്നത് ഓരോ ദിവസവും ഓരോ എംപ്ലോയീസ് ആയിരിക്കും. അത് ജൂനിയർ സീനിയർ എന്നൊന്നും വ്യത്യാസമല്ല, എല്ലാവർക്കും അതിൻ്റെ ഒരു അവസരം കിട്ടുന്നതായിരിക്കും. ഫസ്റ്റത്തെ 5 മിനിറ്റ്സ് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഇവാലുവേഷൻ ആയിരിക്കും, ലാസ്റ്റ് ഡേ ഇവാലുവേഷൻ നമ്മൾ നടത്തും. സെക്കൻഡ് 5 മിനിറ്റ്സ് വന്ന് ഏത് എംപ്ലോയി ആണോ അന്ന് മീറ്റിംഗ് ലീഡ് ചെയ്യുന്നത്, അവർ ഫാർമസിസ്റ്റ് ആവാം, ഒപ്റ്റോമെട്രിസ്റ്റ് ആവാം, ആരാവാം, അവർ ചെയ്യുന്ന ജോലി, അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ അവർ ചെയ്യുന്ന ജോലി മറ്റുള്ള എല്ലാവരുമായി പരിചയപ്പെടുത്തുന്ന രീതിയിലൊരു ക്ലാസ് ആയിരിക്കും ആ ഒരു 5 മിനിറ്റ്സിൽ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക. മൂന്നാമത്തേതായിട്ട് വരുന്നത് അവർക്കൊരു മോട്ടിവേഷണൽ സ്റ്റോറി പറയാം, ഒരു കോട്ട്സ് പറയാം എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സ്ട്രക്ചറിലൂടെ ചെയ്യുമ്പോൾ അവർക്ക് നമ്മൾ വെറുതെ ഒരു ജോലി വന്ന് ചെയ്തു പോകുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഇവർക്ക് സംസാരിക്കാനും ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കുറച്ചും കൂടി ആ ഒരു ജെല്ലിങ്ങും കാര്യങ്ങളൊക്കെ വളർത്തിയെടുക്കാനൊക്കെ ഇങ്ങനൊരു സംഭവത്തിലൂടെ പറ്റുന്നുണ്ട്. അതോടൊപ്പം എല്ലാവരും എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ എന്തൊക്കെ നടക്കുന്നു എന്നുള്ളത് 1% ഇൻപുട്ട് നമുക്ക് ഡെയിലി നമ്മൾ ഇതിലൂടെ നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. സോ ഒരു ടീം വർക്ക്, ഒരു കൊളാബറേറ്റീവ് വർക്ക് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ചാണക്യയിൽ ജോയിൻ ചെയ്തതിന് ശേഷമാണ് എനിക്ക് ഈ പറയപ്പെട്ട രീതിയിലുള്ള എൻ്റെ വ്യക്തിപരമായിട്ടാണെങ്കിലും ബിസിനസ് പരമായിട്ടാണെങ്കിലും ഫാമിലി പരമായിട്ടാണെങ്കിലും ഒക്കെ വലിയൊരു മാറ്റങ്ങൾക്ക് സൃഷ്ടിച്ചത് ചാണക്യാണ് കോഴ്സ് തന്നെയാണ്. അതിൽ പ്രധാനമായിട്ടുണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിഷൻ ബോർഡ് തന്നെയാണ്. കാരണം ഒരു 10 വർഷത്തെ ഗോൾ
എങ്ങനെ സെറ്റ് ചെയ്യണമെന്നും എങ്ങോട്ടാണ് ഞാൻ യാത്ര ചെയ്യണത് എന്നുള്ള ആ ഒരു കറക്റ്റ് ഒരു ലക്ഷ്യം നമുക്ക് ക്ലാരിറ്റി കിട്ടിയത് നമുക്ക് തന്നെയാണ്. അങ്ങനെ ഒരു ക്ലാരിറ്റി ഉള്ളത് കൊണ്ട് തന്നെയാണ് നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ബിസിനസ്സിൽ വന്നു കഴിഞ്ഞാലും നമുക്കതൊക്കെ തരണം ചെയ്ത്, കാരണം എങ്ങോട്ട് എത്തണം എന്നുള്ളത് ക്ലാരിറ്റി കൃത്യമായിട്ട് നമുക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അത് ഈ പറയപ്പെട്ട രീതിയിൽ തന്നെ ചാണക്യയിൽ ഒരു ഏറ്റവും എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെ നമ്മുടെ വിഷൻ ബോർഡ് സെറ്റ് ചെയ്തു എന്നുള്ളത് തന്നെ. നിങ്ങളൊരു ഓൺട്രപ്രണർ എന്ന രീതിയിൽ നിങ്ങളുടെ ജേണി വളരെ ക്ലിയർ ആയിട്ട് സെറ്റ് ചെയ്ത് തരാൻ പറ്റും. അതെ അതെ. ഇതായ സാറോട് എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം സംരംഭകർക്ക് വേണ്ടിയിട്ട് ചോദിക്കാനുണ്ട്. അതിൽ ഏറ്റവും ഒരു ബിസിനസ്സുകാരൻ്റെ സക്സസ് ആകുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒരു സക്സസ്ഫുൾ ബിസിനസ് ബിൽഡ് ചെയ്യുന്നതിൽ നിങ്ങളുടെ എക്സ്പീരിയൻസിൽ നിങ്ങൾക്കൊരു ഓൺട്രപ്രണർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സക്സസ്ഫുൾ ഘടകങ്ങൾ എന്തൊക്കെയാണ്? ക്ലാരിറ്റി നിങ്ങൾ പറഞ്ഞു, അപ്പോൾ അതടക്കം എന്തൊക്കെയാണ് ഒരു സംരംഭകന് ഉണ്ടായിരിക്കേണ്ടത്? ഒന്നാമതായിട്ട് നമുക്ക് ഇദ്ദേഹത്തിന് എങ്ങോട്ടാണ് എത്തേണ്ടത് എന്നുള്ളത് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചെയ്തതുപോലെ തന്നെ. അതുണ്ടെങ്കിലാണ് അദ്ദേഹത്തിന്, കാരണം ആ ഒരു പോകുന്ന റൂട്ട് കറക്റ്റ് ആയിരിക്കും പോവാന്നുള്ളത്. രണ്ടാമതായിട്ട് ഞാൻ പറയുന്നത് ഗൂഗിൾ മാപ്പ് ഇട്ട് പോകുന്ന പോലെ അതെ വഴി തെറ്റൂല, സമയം മറ്റുള്ളവർക്ക് സ്പെൻഡ് ചെയ്യില്ല നമുക്ക്. അത് നമ്മൾ നിരന്തരം ഓർക്കുകയും കാണുകയും ചെയ്യുന്ന രീതിയിലൂടെ നമുക്കതിൽ നന്നായിട്ട് ആ കറക്റ്റ് സ്ഥലത്തേക്ക് തന്നെ സമയബന്ധിതമായിട്ട് തന്നെ എത്താൻ നമുക്ക് പറ്റുമെന്നുള്ളത് തന്നെയാണ് ഉള്ളത്. അത് എൻ്റെ എക്സ്പീരിയൻസ് തന്നെയാണ് ഞാൻ പറയുന്നത്. അത് രണ്ടാമതായിട്ട് എനിക്ക് തോന്നുന്നത് ഈ ബിസിനസ്സിനെ കറക്റ്റ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന സിസ്റ്റം ബിസിനസ്സിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. അത് സ്റ്റാഫ് മാനേജ്മെൻ്റ് ആണെങ്കിലും ഈച്ച് ആൻഡ് എവറിത്തിങ്സ് ഇൻ ദ ബിസിനസ് അത്തരത്തിലൊരു സിസ്റ്റം നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനും പുതിയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും എക്സ്പാൻഷനെ കുറിച്ച് ചിന്തിക്കാനും ഒക്കെ നമുക്ക് സമയം ഇഷ്ടംപോലെ കിട്ടും. ഇപ്പം നമ്മൾ അതിനകത്ത് ജസ്റ്റ് പറയാൻ, ഇപ്പം ചാണക്യയിൽ വരുന്നതിന് മുമ്പ് പല ആളുകളും നമ്മോട് പറയാറുണ്ട്, ഞാനെങ്ങനെ ക്ലാസ് അറ്റൻഡ് ചെയ്യാം, എനിക്ക് സമയമില്ല, എല്ലാം ഞാൻ തന്നെയാണ് കൊണ്ടു നടക്കുന്നത്. അപ്പം അവർ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഇത് ഞാൻ തന്നെ ഓടണം, ഞാൻ തന്നെ നടക്കണം എന്നുള്ളതാണ്. ആക്ച്വലി ഒരു ബിസിനസ്സുകാരൻ ചെയ്യേണ്ടത് അതല്ല. അപ്പം നമ്മൾ ചാണക്യയിലും സിസ്റ്റം ബിൽഡ് ചെയ്യുന്നതിന് നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്ന അതിൻ്റെ ഭാഗം. സോ സിസ്റ്റം എത്രത്തോളം അയാൾ ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും? ശരിക്കും സിസ്റ്റം ഒരു എന്താ പറയുക, ഒരു 100% എന്നുള്ള രീതിയിലേക്ക് സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രമേ അത് ഇതാവുള്ളൂ. കാരണം ഒരു മിക്ക എൻ്റർപ്രണേഴ്സും അവരൊരു ഇൻ ദ ബിസിനസ്സിലാണ് ഉണ്ടാവുന്നത്. അവിടെ നമ്മളൊരു ഓൺ ദ ബിസിനസ്സിലോട്ട് വരുമ്പോൾ മാത്രമാണ് അദ്ദേഹത്തിന് ഡെവലപ്പ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ പറ്റും. ഇപ്പോൾ നമ്മളൊരു കിണറിൻ്റെ അകത്ത് നിന്നിട്ട് നമുക്ക് കാണുന്ന കാഴ്ചയും കിണറിൻ്റെ മുകളിൽ നിന്നിട്ടാകുമ്പോഴാണ് നമുക്ക് അതിന് എങ്ങനെ കമ്മൗട്ട് ചെയ്ത് പുറത്തു വരാൻ പറ്റുന്നുള്ളതിലേക്ക് നമുക്ക് സൊല്യൂഷൻ കൊണ്ടുതരാൻ പറ്റുക എന്നതുപോലെ. അപ്പോൾ അതിന് ബിസിനസ്സിൽ സിസ്റ്റം നിർബന്ധമാണ്. അതുണ്ടെങ്കിലാണ് എന്ത് ചെയ്യുള്ളൂ അദ്ദേഹത്തിന് ഡെവലപ്പ് ചെയ്യാനും അദ്ദേഹം സെറ്റ് ചെയ്ത ഗോള് സമയബന്ധിതമായിട്ട് അദ്ദേഹത്തിന് അച്ചീവ് ചെയ്യാനും ആ സിസ്റ്റം തന്നെയാണ് അദ്ദേഹത്തിന് സഹായിക്കുള്ളൂ പറ്റുള്ളൂ. അതെ. പിന്നെ ബിസിനസ്സിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ബിസിനസ്സിൻ്റെ വളർച്ചയുടെ ഘട്ടത്തിൽ പലതരത്തിലുള്ള പ്രതിസന്ധികൾ നമ്മൾ നേരിടേണ്ടി വരും. അതിനകത്ത് ഇപ്പോൾ സ്റ്റാഫിൻ്റെ ഇഷ്യൂസ് കണ്ടിന്യൂസ് ആയിട്ട് വരാം, കസ്റ്റമർ ഫ്ലോയിലുള്ള കുറവുണ്ടാകാം, മാർക്കറ്റിംഗിൽ കോമ്പറ്റീഷന് പല രീതിയിൽ വരാം, അങ്ങനെ പലതും ഉണ്ടാവും. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാഫിൻ്റെ മാനേജ്മെൻറ്റ് പറഞ്ഞു. ഇതോടൊപ്പം തന്നെ ബിസിനസ്സുകാർ ശ്രദ്ധിക്കാതെ പോകുന്നൊരു സാധനമാണ് ക്യാഷ്. ക്യാഷ് എങ്ങനെയാണ് നിങ്ങളുടെ അഡ്വൈസിൽ എങ്ങനെയാണ് ഒരു ബിസിനസ്സുകാരൻ ക്യാഷിനെ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യേണ്ടത്? എങ്ങനെയാണ് അതിനകത്ത് നോർമൽ ക്യാപിറ്റൽ വരും, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് ഉണ്ടാകും, ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ്, ഇതെല്ലാം ചെയ്തുകൊണ്ട് പോകുന്നൊരു സ്ഥാപനമാണ് ഇന്ന് സയൻസ്. നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ സക്സസ്ഫുൾ ആയിട്ട് മാനേജ് ചെയ്യുക? ക്യാഷിൻ്റെ പ്രധാനമായിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് റൺ ചെയ്യുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇതിൻ്റെ ആ ഒരു ഫിനാൻഷ്യൽ ലിറ്ററസി നമുക്ക് ഉണ്ടാവാന്നില്ല. അതിന് മിനിമം ഉണ്ടായിരിക്കണം. അതിന് എങ്ങനെയാണ് ക്യാഷ് മാനേജ്മെൻറ്റും ക്യാഷ് ഫ്ലോ എങ്ങനെയാണെന്നുള്ളതൊക്കെ ആ മിനിമം സംഭവം നമുക്ക് ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ്. അത് ഇപ്പോൾ അക്കൗണ്ടിങ് ടൈമിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡെബിറ്റും ക്രെഡിറ്റിലെങ്കിലും മിനിമം അദ്ദേഹത്തിന് അറിഞ്ഞിരിക്കുക എന്നുള്ളത് നമ്മൾ ചാണക്യയിലൊക്കെ അത് ബേസിക് ആയിട്ട് നമ്മൾ എങ്ങനെ നിർബന്ധമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഫിനാൻഷ്യൽ റിപ്പോർട്ട് നോക്കാനും ക്യാഷ് ഫ്ലോ മാനേജ് ചെയ്യാനൊക്കെ ആയിട്ട്. അതെ. അപ്പോൾ അത് പ്രധാനമായിട്ട് ഉണ്ടാവുക എന്നുള്ളതാണ്. രണ്ടാമത്തേതായിട്ട് എനിക്ക് പറയാനുള്ളത് വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ലാതെ നമ്മൾ ഒരു ബിസിനസ്സും എന്ത് ചെയ്യരുത്, സ്റ്റാർട്ട് ചെയ്യരുത്. കാരണം അതില്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ്സിൻ്റെ ഗ്രോത്തും നമ്മുടെ ടെൻഷൻസും കാര്യങ്ങൾക്കൊക്കെ കൂടിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ സേഫ് ആക്കിയതിന് ശേഷം മാത്രമേ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. കാരണം പ്രോഫിറ്റ് ഒരു ബിസിനസ്സിൽ ഉണ്ടാവുമെങ്കിൽ പോലും ക്യാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് ആണ്. ഓക്സിജൻ പ്രോഫിറ്റ് ആണെങ്കിൽ ബ്ലഡ് ഇല്ലെങ്കിൽ ഏതൊരു ബിസിനസ്സും. അതെ.
കാരണം ചില ആളുകളൊക്കെ വിചാരിക്കുന്നത് ഓരോ ദിവസവും വരുന്ന ക്യാഷൊക്കെ കളക്ഷൻ വരുന്നതൊക്കെയും പ്രോഫിറ്റ് ആണെന്നുള്ളതാണ്. ഇത് എടുത്തിട്ട് വേറെ പലതിലും സ്പെൻഡ് ചെയ്യും. അപ്പോൾ അതിനാണ് നമുക്ക് ഇതിന്റെ ആ മിനിമം ലിറ്ററസി നമുക്ക് ഉണ്ടാവണമെന്ന് പറയുന്നത്. ഒരുപാട് ബിസിനസ്സുകൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ക്യാഷ് വരികയും ചിലപ്പോൾ അവർക്ക് ക്രെഡിറ്റ് പീരീഡ് ഒരു 1 month കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി എന്നുള്ള ക്യാഷ് ഇവിടെ കിടക്കുമ്പോൾ ഫണ്ട് ഡീവിയേറ്റ് ചെയ്യുകയും അതിലൂടെ പിന്നീട് വർക്കിംഗ് ക്യാപിറ്റൽ ക്യാഷ് ഫ്ലോ പ്രോബ്ലം. അതെ അപ്പോഴാണ് നമുക്കത് എത്രയാണ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ, എത്രയാണ് റിസർവ് ചെയ്യാൻ പറ്റുള്ളൂ, എത്രയാണ് വേറെ എന്തെങ്കിലും ചെലവാക്കാൻ പറ്റുള്ളൂ എന്നുള്ളതിന് ഒരു കറക്റ്റ് ഒരു നോളേജ് നമുക്ക് ഉണ്ടാവുക എന്നുള്ളത് അത് ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം തന്നെയാണ്. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് ആണ്. ഇപ്പോൾ സെയിൻസ് ഹൈ കെയർ ഹോസ്പിറ്റൽ ഇന്ന് പാലക്കാട് ജില്ലയിലെ പ്രധാനമായിട്ടും പടിഞ്ഞാറൻ മേഖലയിലെ പ്രധാന നഗരങ്ങളെല്ലാം കോർത്തിണക്കിക്കൊണ്ട് ഇന്നതൊരു ശൃംഖലയായിട്ട് മാറിക്കഴിഞ്ഞു. 5ഓളം ഹോസ്പിറ്റലുകളായിട്ട് അത് വ്യാപിക്കാൻ പോവുകയാണ്. അടുത്ത കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ 30-ലേറെ സ്ഥാപനങ്ങളായിട്ട് ഈ ഹോസ്പിറ്റലുകളായിട്ട് സെയിൻസ് മാറാൻ പോവുകയാണ്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് കസ്റ്റമറുടെ ഫ്ലോ കൂട്ടുക, നിങ്ങളുടെ മാർക്കറ്റിംഗ്. അതൊരു കോംപ്ലിക്കേറ്റഡ് ഏരിയയാണ്. അപ്പോൾ സെയിൻസ് എങ്ങനെയാണ് അത് സക്സസ്ഫുൾ ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തത്? അത് പ്രധാനമായിട്ടും നമ്മൾ ഒരു ദിവസം വരുന്ന പേഷ്യൻസ് ഏതൊക്കെ ഫ്ലോയിലൂടെയാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ ഇവിടെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വാക്കിംഗ് പേഷ്യൻസിൽ നിന്ന് നമ്മുടെ ഹോർഡിങ്സ് ബോർഡ് കണ്ടിട്ട് എത്ര പേര് വരുന്നുണ്ട്, ഇവിടെ വന്ന എക്സിസ്റ്റിംഗ് പേഷ്യൻസ് റെഫർ ചെയ്തിട്ട് എത്ര പേര് വരുന്നുണ്ട്, അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ക്യാമ്പുകളിലൂടെ അങ്ങനെ നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റിയിലൂടെയും എങ്ങനെയൊക്കെ ഇത് വരുന്നത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഏതാണ് വർക്കൗട്ട് ആവുന്നത്, ഏതാണ് വർക്കൗട്ട് ആവാത്തത് നമുക്ക് മനസ്സിലാവും. അതോടൊപ്പം തന്നെ ഏത് ഏരിയയിൽ നിന്നാണ് ഇത് കൂടുതൽ വരുന്നത് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാം. അത് നമുക്ക് സോഫ്റ്റ്വെയറിൻ്റെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ കൂടിയും നമുക്ക് അങ്ങനെയാണ് നമ്മളത് ചെയ്യുന്നത് എന്ന് പറയാം. രണ്ടാമതായിട്ട് നമുക്ക് മാർക്കറ്റിംഗ് നമുക്ക് നമ്മുടെ ഔട്ട്സൈഡും ഇൻ ഹൗസും എന്നുള്ള രീതിയിൽ ചെയ്യുമല്ലോ. പുറത്ത് നമ്മളിപ്പോൾ ക്യാമ്പുകൾ ചെയ്യുന്നു, ഓഡിയൻസ് ചെയ്യുന്നു, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതുകൊണ്ടോടൊപ്പം അതിനേക്കാൾ ഒരുപടി ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ അടുത്ത്. കാരണം ഇതൊന്നും ഇല്ലാതെയോ ആളുകൾ വന്ന ആ കസ്റ്റമർ സർവീസ് നമ്മൾ കൂട്ടുക എന്നുള്ളതും വന്ന പേഷ്യൻസ് എത്ര പേരെ നമുക്ക് കൊണ്ടുവന്ന് തരുന്നു എന്നുള്ളതും. അതെ അത് പുറത്ത് നമ്മൾ ചെയ്യുന്നതിനേക്കാളേറെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം മൗത്ത് പബ്ലിസിറ്റിയിലൂടെ വരുന്ന ആ ഒരു ഫ്ലോ എന്ന് പറയുന്നത് അത് ട്രസ്റ്റും സംബന്ധിച്ചിടത്തോളം ട്രസ്റ്റും റെഫറൽ പോയിന്റും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. തീർച്ചയായിട്ടും അതെ. അപ്പോൾ അത് നമ്മൾ അങ്ങനെ നമുക്ക് ബെസ്റ്റ് സർവീസ് നമ്മൾ കൊടുക്കുകയും ആ കൊടുത്ത സർവീസിൻ്റെ ഭാഗമായിട്ട് അവർക്ക് കിട്ടുന്ന ഹാപ്പിനെസ് അത് നമ്മൾ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ മാർക്കറ്റ് ചെയ്യും. കാരണം നമ്മുടെ ഹാപ്പി പേഷ്യൻസ് എന്നുള്ള രീതിയിലേക്ക് നമ്മളത് മാർക്കറ്റ് ചെയ്യുന്ന രീതിയിലേക്കാണ്. സോഷ്യൽ പ്രൂഫാണ് നിങ്ങൾ ഏറ്റവും നന്നായിട്ട്, അത് കസ്റ്റമറുടെ ഹാപ്പിനെസ്സിനെയാണ്, റിവ്യൂസിനെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ കസ്റ്റമറിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. അതെ 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 അങ്ങനെ തന്നെയാണ്. സോ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു സംഗതി എനിക്ക് തോന്നിയത് ഈ ഡാറ്റ മാർക്കറ്റിംഗിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പല ആളുകളും ഏറ്റവും കൂടുതൽ മടിച്ചു നിൽക്കുന്ന ഒരു സംഭവം സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യാൻ മടിയാണ്, ടെക്നോളജി മടിയാണ്, അതൊക്കെ ചിലവല്ലേ എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് കുറച്ചും കൂടെ ഐഡിയൽ കസ്റ്റമേഴ്സിലേക്ക് പോയിന്റ് ചെയ്ത് കോസ്റ്റ് ഓഫ് കസ്റ്റമർ അക്വിസിഷൻ കുറച്ചുകൊണ്ട് പോകാൻ ഈ ഡാറ്റ മാനേജ്മെന്റ് ഭയങ്കര. സോ അത് നിങ്ങളൊരു സംരംഭകനാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു സക്സസ് സ്റ്റോറിയിൽ നിന്നത് നമുക്ക് ലൈഫിൽ കിട്ടും. സോ എനിക്ക് അടുത്തൊരു ചോദ്യം ചോദിക്കാനുള്ളത് സാധാരണ ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു സെയിൻസ് ഒരു വലിയ കുതിപ്പിന് ഒരുങ്ങുകയാണ്. ഒരു വലിയ 30ഓളം ഹോസ്പിറ്റലുകളുടെ ഒരു ശൃംഖലയായിട്ട് സെയിൻസ് ഐ കെയർ ഹോസ്പിറ്റൽ വരാൻ പോവാണ്. അപ്പോൾ സാധാരണക്കാരായ ആളുകൾക്ക് ഒരു വലിയൊരു വിജയിക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ കൂടെ നിൽക്കാൻ ആഗ്രഹമുണ്ടാവും, അതിൻ്റെ ഒരു പാർട്ട്ണർ ആവാൻ ആഗ്രഹമുണ്ടാവും, ആ വളർച്ചയിൽ അതിൻ്റെ ലാഭം പങ്കുവെക്കാനൊക്കെ ആഗ്രഹമുണ്ടാവും. അങ്ങനെയുള്ള ആളുകൾക്ക് സെയിൻസ് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? അങ്ങനെയുള്ള സെയിൻസിൻ്റെ കൂടെ നിൽക്കണം, എനിക്കൊരു പാർട്ട്ണർ ആവണം എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളെ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ അക്കോമഡേറ്റ് ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാനോ നമ്മുടെ ഇതിൻ്റെ ഒരു ഭാഗമാവാൻ അവർക്ക് അവസരങ്ങളുണ്ട്. നമ്മൾ ഇതിൻ്റെ ഓരോ ബജറ്റുകളുടെയും ഒരു സ്റ്റാൻഡർഡൈസേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ 3 ലക്ഷം രൂപ മുതലാണ് നമ്മൾ ഷെയറുകൾ സ്വീകരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റത്തെ ഇയറിൽ നമുക്ക് റിട്ടേൺ ഗ്യാരണ്ടീഡ് അല്ലെങ്കിലും സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് അവർക്ക് മന്ത്ലി തന്നെ ഒരു 10 to 20% നമ്മൾ റിട്ടേൺ ഓഫർ ചെയ്യുന്നുണ്ട്. അത് 10 to 20% ഓഫർ ചെയ്യുന്നുണ്ട്. ഒരു സ്റ്റാൻഡേർഡ് റിട്ടേൺ എന്നുള്ള രീതിയിൽ നമ്മൾ അതങ്ങനെ ഓഫർ ചെയ്യുന്നുണ്ട്. അത് കൂടാതെ ഇൻവെസ്റ്റർക്കും 4 ഫാമിലി മെമ്പേഴ്സിനും ട്രീറ്റ്മെന്റ് എല്ലാം പ്യൂർലി ഫ്രീ ആണ്. ഓക്കെ, ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ്ലി 4 മെമ്പേഴ്സിന് ടോട്ടൽ 5 പേർക്ക് കിട്ടും. ഇൻവെസ്റ്റർക്കും 4 ഫാമിലി മെമ്പേഴ്സ്. അത് തന്നെ എന്താണ് ഒരു വലിയൊരു ROI ആണ്. അതെ അതെ തീർച്ചയായിട്ടും. കാരണം അതിൽ കൺസൾട്ടേഷൻ പെടും, മെഡിസിൻ പെടും, ലാബ് ടെസ്റ്റുകൾ പെടും, 15,000 വരുന്ന 4 കാറ്റാക് സർജറി അതിൽ പെടും. അതിനേക്കാൾ ഉപരി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചില ഇൻവെസ്റ്റേഴ്സിന് ഇപ്പോൾ ഉപ്പയുമ്മയൊക്കെ മരണപ്പെട്ട് പോയിട്ടുണ്ടാവും, അവർക്ക് ഇത് ആവശ്യം ഉണ്ടാവില്ല. പക്ഷേ അവർക്ക് അവരുടെ നൈബറിനോ അവരുദ്ദേശിച്ച ആർക്കും വേണമെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നമ്മളത് കൊടുക്കുക എന്നുള്ള രീതിയിലേക്കാണ് അത് വെച്ചിട്ടുള്ളത്. അപ്പുറത്ത് ഒരു കമ്മ്യൂണിറ്റിയെയും കൂടെ ഫാമിലി ബിൽഡ് ചെയ്യാന്നുള്ളത്. പിന്നെ മാത്രമല്ല നമ്മൾ
ഓരോ മാസവും നമ്മൾ 10 പേർക്ക് ഫ്രീ സർജറി ചെയ്യുന്നുണ്ട്. നമുക്കിതുള്ളത് ഒരു പക്കാ ബിസിനസ് എന്നുള്ളതിനപ്പുറത്തേക്ക് നമുക്ക് ഇത് ഒന്നാമത് നമ്മൾ ഹോസ്പിറ്റലാണ് ചെയ്യുന്നത്. അപ്പോൾ ഹോസ്പിറ്റലിൽ ചെയ്യുമ്പോൾ അതിൻ്റെ ഹോസ്പിറ്റാലിറ്റിയോട് കൂടെ തന്നെ ഇത്തരത്തിലുള്ള ചാരിറ്റി കാര്യങ്ങളും കൂടെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു സോഷ്യൽ ചേഞ്ചസിന്റെ കൂടെ ഭാഗമാണ്, ഒരു റിട്ടേൺ കിട്ടുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരാൾക്ക് കാഴ്ച കൊടുക്കുക ഭാഗമാവുക എന്നുള്ളതാണ് ഇത് പ്രധാനമായിട്ടും ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും അവസരങ്ങളുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ വർഷം 3 പ്രൊജക്റ്റുകൾ വരുന്നുണ്ട്. അറൗണ്ട് ഒരു 9 CR പ്രൊജക്റ്റുകളാണ് ഇത് ടോട്ടലി വരുന്നത്. അപ്പോൾ അത്രയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇതിൽ ആർക്കൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുക? അതിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഇൻവെസ്റ്റേഴ്സിനെ സെലക്ട് ചെയ്യുന്നതിന് നിങ്ങൾ എന്തെങ്കിലും ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ടോ? ആർക്കെ പറ്റൂ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയില്ലേ. നമ്മൾ പ്രധാനമായിട്ടും ഇത് മനസ്സിലാവുന്ന, ഇപ്പൊ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്ത് നാളെ തന്നെ വേണമെന്ന് പറയുന്നതിനൊക്കെ അപ്പുറത്തേക്ക് ഈ ഒരു സിസ്റ്റം എന്താണെന്നും ഇതിന് എത്ര കിട്ടുമെന്നും എപ്പോൾ കിട്ടും എന്നുള്ളതൊക്കെ അത് മനസ്സിലാക്കുന്ന, അത് നമ്മളിതിൻ്റെ ഒരു ഇൻവെസ്റ്റർ എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു വരുമ്പോഴും അദ്ദേഹത്തിനോട് പ്യൂർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ അതിനൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമാണ് അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ എടുക്കുന്നത്. സാധാരണ രീതിയിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു തട്ടിപ്പ് പാറ്റേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. 1 ലക്ഷം രൂപ ഇട്ട് കഴിഞ്ഞാൽ പിറ്റേ തൊട്ടടുത്ത മാസം മുതൽ 1000 ട്രിപ്പിൾ ആവാന്ന് പറഞ്ഞില്ല. പക്ഷെ അതൊരിക്കലും ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള എനിക്ക് ഇപ്പോഴും തോന്നിയിട്ടില്ല. കാരണം കേരളത്തിലൊരു ബിസിനസ്സിൽ ആവറേജ് ഒരു 24% ഒക്കെയാണ് അവർ മാർജിൻ കൊടുക്കുന്നത്. അതിന് മാത്രം 24 ഇവരുടെ ക്യാപ്പൊക്കെ കഴിഞ്ഞിട്ട് 50% നെറ്റ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന 50 പോയിട്ട് 30% നെറ്റ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന ബിസിനസ്സുകൾ എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല. സോ അപ്പോൾ ജെനുവിൻ ആയിട്ടുള്ള ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള, ലോങ് ടേമിൽ വലിയ ഗ്രോത്ത് പ്രതീക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും സെയിൻസിന്റെ ഭാഗമാകാം എന്ന് തോന്നുന്നു അല്ലേ? അതെ, തീർച്ചയായിട്ടും. കാരണം നമ്മളൊരു മിനിമം ഒരു MSME ലിസ്റ്റിങ്ങിലേക്കെങ്കിലും സെയിൻസിനെ കൊണ്ടെത്തിക്കണമെന്നാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഗ്രോത്തും കാര്യങ്ങളും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത ഇൻവെസ്റ്റേഴ്സിനും കിട്ടുന്നതായിരിക്കും. ഓക്കെ. വരാനിരിക്കുന്ന പല സംരംഭകരുണ്ട്, അല്ലെങ്കിൽ ബിസിനസ് സ്റ്റക്കായി പോയ സംരംഭകരുണ്ട്. അപ്പോൾ അതിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഈ ഗ്രോത്തിൽ ഈ ഒരു കൺസൾട്ടൻസി അല്ലെങ്കിൽ ഒരു മെൻറ്ററിങ്, കോച്ചിങ് ഒക്കെ ശരിക്കും എങ്ങനെയാണ് ഒരു ബിസിനസ്സിൻ്റെ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുക? തീർച്ചയായിട്ടും കാരണം ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ അറിവുകൾ ലിമിറ്റഡാണ്. അപ്പോൾ അതിന് നമുക്ക് ഒരു എക്സ്പേർട്ടിൻ്റെ, ഒരു കോച്ചിൻ്റെ സഹായം ഉണ്ടെങ്കിൽ മാത്രം തന്നെയാണ് നമുക്ക് ഇതാവുന്നുള്ളൂ. ഒരു ഇരുട്ടത്ത് യാത്ര ചെയ്യുന്ന ഒരാൾക്ക് ടോർച്ച് അടിച്ചു കൊടുക്കുന്നത് പോലുള്ള, അതാണ് ആക്ച്വലി ഈ കോച്ച് ചെയ്യുന്നത്. അവരെ കറക്റ്റായിട്ടുള്ള ഗൈഡൻസും കാര്യങ്ങളും കൊടുത്ത്, കോച്ചല്ലല്ലോ ഇവിടെ വന്നിട്ട് ചെയ്യുന്നത്. പക്ഷേ എങ്കിലും അവരുടെ പ്രശ്നങ്ങളിൽ സിസ്റ്റം ബിൽഡ് ചെയ്യാനും ഇത് എങ്ങനെ ചെയ്യണമെന്നും ഇത് എങ്ങനെ ഇതാക്കണം എന്നുള്ള എല്ലാ കാര്യങ്ങളും അവരെ പഠിപ്പിച്ചു കൊടുക്കുന്ന രീതിയിലേക്കാണ് ഇത്തരത്തിലൊരു കോച്ചിങ് സിസ്റ്റം ഇതിൽ നടക്കുന്നത്. അപ്പോൾ അതൊരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആവശ്യമായതാണ്. അദ്ദേഹത്തിന് വളരണോ, അദ്ദേഹത്തിൻ്റെ ലക്ഷ്യങ്ങൾ നിറവേറണോ എങ്കിൽ എന്ത് ചെയ്യണം? അദ്ദേഹത്തിൻ്റെ ഒരു കോച്ചിങ് നിർബന്ധമായിട്ട് വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പുതിയ കാലഘട്ടത്തിൽ അതെ കാരണം എല്ലാവരും അത്രയും ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത്രയും അപ്ഡേറ്റ് ആവുക, അത്രയും സ്കിൽസ് ഉണ്ടാക്കുക, അപ്പ് സ്കിൽ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിന് ഇത്തരത്തിലുള്ള നമ്മുടെ ചാണക്യ പോലെയുള്ള ഇത്തരത്തിലുള്ള ബിസിനസ് കോച്ചിങ്ങും കാര്യങ്ങളും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. സോ പുതുതായിട്ട് ബിസിനസ് തുടങ്ങണമെന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് ഓൺടർപ്രണേഴ്സ് എനിക്ക് ഡെയിലി മെസ്സേജ് അയക്കാറുണ്ട്. എനിക്ക് റീസെൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം വന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. സാറേ, ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്, എനിക്ക് ബിസിനസ് തുടങ്ങാനാണ് ഭയങ്കര ആഗ്രഹം, പക്ഷെ വീട്ടുകാർ സമ്മതിക്കുന്നില്ല. വീട്ടുകാർ പറഞ്ഞ് സ്കൂളിൽ പോകുമ്പോൾ പറയുന്നു എന്ന് പറഞ്ഞിട്ട് എന്നെ സ്കൂളിലേക്ക് പറഞ്ഞേക്കുന്നു, എനിക്ക് ബിസിനസ് തുടങ്ങാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിലൊരു പയ്യൻ എനിക്ക് മെസ്സേജ് അയച്ചു. അപ്പോൾ അത് തമാശയായിട്ട് നമ്മൾ പറഞ്ഞാണെങ്കിൽ പോലും ഒരുപാട് സംരംഭകരിന്ന് സ്വന്തമായിട്ട് എന്തെങ്കിലും സംരംഭം തുടങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്, പുതിയ ബിസിനസ്സിലേക്ക് കടക്കണം. അപ്പോൾ അവരോട് സെയിൻസ് ഇത്രയും കാലം കൊണ്ട് നിങ്ങൾ ബിൽഡ് ചെയ്തെടുത്ത അനുഭവത്തിൽ അത്തരം സംരംഭകരോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് നിങ്ങളുടെ അനുഭവത്തിൽ? എൻ്റെ അനുഭവത്തിൽ നമ്മൾ കൊണ്ടുവരുന്ന ഒരു ബിസിനസ് അല്ലെങ്കിൽ ആ ഒരു സൊല്യൂഷൻ അതൊരു യഥാർത്ഥ പ്രശ്നത്തിലുള്ള പരിഹാരമായിട്ടുള്ള ഒന്നായിരിക്കണം നമ്മൾ തുടങ്ങേണ്ടത്. ഒരു ട്രെൻഡിങ് ബിസിനസ്സിൻ്റെ പുറകിൽ നമ്മൾ ഒരിക്കലും പോകരുത്. മറിച്ച് ഒരു സ്കോപ്പ് ഉള്ളതായിരിക്കണം, ഒരു യഥാർത്ഥ പ്രശ്നത്തിനുള്ള പരിഹാരമാവുന്ന അങ്ങനത്തെ ബിസിനസ് തന്നെ തുടങ്ങാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അങ്ങനത്തെ ബിസിനസ്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അതാണ് ആദ്യമായിട്ട് തന്നെ എനിക്കതിൽ പറയാനുള്ളത്. രണ്ടാമത്തേതായിട്ട് വേണ്ടത് നമുക്ക് ആ ബിസിനസ്സിനെ കുറിച്ചിട്ടുള്ള ഒരു മിനിമം നോളേജ് കാര്യങ്ങൾ നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. അത് നമ്മൾ പരമാവധി ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിലും ഒരു ബിസിനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിനെക്കുറിച്ച് പരമാവധി നോളേജ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ട് വേണം നമ്മളതിൽ ചെയ്യാൻ. മൂന്നാമതായിട്ട് നമുക്ക് വരുന്നത് അതിൻ്റെ ഫിനാൻഷ്യൽ ലിറ്ററസി തന്നെയാണ്. കാരണം സാറ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ബിസിനസ്സിൻ്റെ ബ്ലഡ് എന്ന് പറയുന്നത് നമുക്ക് ക്യാഷ് ഫ്ലോ തന്നെയാണ്, അത് ക്യാഷ് തന്നെയാണ്. അപ്പോൾ അത് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള മിനിമം നോളേജ് കാര്യങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടാവുക എന്നുള്ളതാണ് ഉള്ളത്. നാലാമതായിട്ട് എനിക്ക് പറയേണ്ടത് ഒരു കൃത്യമായൊരു വിഷൻ അവർക്ക് ഉണ്ടായിരിക്കണം. അപ്പോഴാണ് അവർക്ക് ഈ ബിസിനസ്സിൽ ഡെവലപ്പ് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. മാത്രമല്ല
അദ്ദേഹം നടത്തുന്ന ബിസിനസ്സിൻ്റെ ഡേ ടു ഡേ ദിവസങ്ങളിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഒരുവിധം പരിഹാരം കാണുന്നതിനും അത് ഓവർകം ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കൃത്യമായിട്ടൊരു വിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് അത് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് പ്രത്യേകിച്ച് ഒരു വിഷനോ കാര്യങ്ങളോ ഒന്നുമില്ല, ഇതിനെ ജസ്റ്റ് അന്നത്തെ ദിവസം തള്ളി നീക്കുന്ന രീതിയിലുള്ള ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു പ്രത്യേക ഒരു ഇത് വന്നു കഴിഞ്ഞാൽ അത് താങ്ങാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. പക്ഷേ അതിനപ്പുറത്തേക്ക് എനിക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് എന്നും എനിക്ക് എവിടെയാണ് എത്തേണ്ടത് എന്നുള്ള ക്ലാരിറ്റി ഉള്ളൊരു ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവർ എന്ത് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും അവരതിനെ തരണം ചെയ്യാൻ കഴിയും അവർക്ക്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരു ബിസിനസ് വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളമൊക്കെ ഇതൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് പറയാനുള്ളത്. സോ നമ്മൾ ഇതുവരെ സംസാരിച്ചുകൊണ്ടിരുന്നത് സെയിൻസ് ഹോസ്പിറ്റലിൻ്റെ CMD ആയിട്ടുള്ള ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ആയിട്ടുള്ള മിസ്റ്റർ ഹിദായത്തുള്ളയുടെ കൂടെയാണ്. അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസുകളാണ് കേട്ടത്. ഒരു ചെറിയ ക്ലിനിക്കിൽ നിന്ന്, സെയിൻസ് ഐ ക്ലിനിക്ക് എന്ന് പറയുന്ന ചെറിയൊരു ക്ലിനിക്കിൽ നിന്ന് ഇന്ന് പാലക്കാട് ജില്ലയിലെ പല നഗരങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന പുതിയ 5ഓളം ഹോസ്പിറ്റലുകളായിട്ട് മാറാൻ പോകുന്ന സെയിൻസ് ഐ കെയർ ഹോസ്പിറ്റൽ ശൃംഖലയുടെ വളർച്ചയുടെ അനുഭവങ്ങളും കഥകളും അദ്ദേഹത്തിൻ്റെ പാഠങ്ങളൊക്കെയാണ് പറഞ്ഞത്. സോ ഇതിൽ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിദായത്തുള്ള സർ കഴിഞ്ഞ 2.5-3 വർഷമായിട്ട് ചാണക്യ 365 എന്ന് പറയുന്ന എത്തിക്കൽ ബിസിനസ് കമ്മ്യൂണിറ്റിയുടെ അംഗം കൂടിയാണ്. ബിസിനസ് ഗ്രോത്തിൽ ചാണക്യ നെറ്റ്വർക്കിലൂടെ ഗ്രോ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്നൊരു കമ്മ്യൂണിറ്റിയാണുള്ളത്. അപ്പോൾ ഞങ്ങളുടെ കൂടെ ബെഞ്ചാലി അക്കാഡമിയുടെ കൂടെ ഈ ഒരു പോഡ്കാസ്റ്റിൻ്റെ ഭാഗമായി വന്നതിനും നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചതിനും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. ഇനിയും ഒരുപാട് ഉയരത്തിലേക്ക് സെയിൻസ് ഹോസ്പിറ്റലുകളുടെ ശൃംഖലകൾ വരാൻ കഴിയട്ടെ. 10ഉം 100ഉം ഒക്കെ ഹോസ്പിറ്റലുകളായിട്ട് ഇനിയും ഒരുപാട് ഇൻ്റർവ്യൂ ചെയ്യാനുണ്ട്. അപ്പോൾ അതിനെല്ലാം അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു.